2-3 മാസം മുന്നേ ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കിയത് ഏകദേശം സെറ്റായതിൻ്റെ ധൈര്യത്തിൽ ഞാനിന്ന് വീണ്ടും ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. വെറും ഓറിയോ കേക്ക് അല്ല, ഒരു ഡ്രീം കേക്ക്. അപ്പോൾ ഇത് അവസാനം എൻ്റെ കയ്യിൽ എന്ത് കേക്കായിട്ടാണ് വന്നത് നമുക്ക് ക്ലൈമാക്സ് കണ്ട് തന്നെ അറിയാം. ഞാനിതിന് മുന്നേ കേക്ക് ഉണ്ടാക്കിയപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും ബേക്കിംഗ് പൗഡറിന് പകരം ഈനോ പൗഡറൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ 2 ഐറ്റംസും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാനിത് എങ്ങനെയെങ്കിലും സെറ്റാക്കും. കാരണം ഞാൻ എൻ്റെ അനിയന് വാക്ക് കൊടുത്തുപോയി. കേൾക്കുന്ന വാക്ക് പോലും മറന്നവനെ ഞാനാണ് ഇന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എന്തായാലും അവൻ ഉണ്ടാക്കി കൊടുത്താലേ പറ്റൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പാട്ടൊക്കെ സെറ്റായി. ഇനി അടുത്ത് നമ്മുടെ ക്രീമാണ്. അപ്പോൾ 2 പാത്രത്തിൽ കുറച്ച് ബട്ടറും കുറച്ച് ചൂട് പാലും, ഒന്നിൽ മിൽക്കി ബാറും ഒന്നിൽ ഡയറി മിൽക്കും ഇട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ബേസ് ലെയർ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് ഒന്നും കറക്റ്റ് ആയില്ല. പിന്നെ അതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഹോൾസും കൂടെ ഇട്ടിരുന്നെങ്കിൽ നന്നായും തോന്നി. പിന്നെ നമ്മുടെ കേക്കിൻ്റെ കുറച്ച് പാർട്ടും ഡയറി മിൽക്കിൻ്റെ ഒരു 2-3 ബാറും ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും കുറച്ച് പാലും കൂടെ ഒരു മിക്സാക്കി മാറ്റി ഓരോ മിക്സ്റ്റേഴ്സ് കുറച്ച് നേരം ഫ്രീസ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മേളിൽ ഓരോ ലെയറായിട്ട് ആക്കി കൊടുത്തു. പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഓരോരുത്തരായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വന്നു. ആദ്യത്തെ ആൾ പറഞ്ഞത് ഇത്ര JCB കൊണ്ട് ഇളക്കണമെന്നാണ്. കേക്ക് അത്രയ്ക്ക് ഹാർഡായിപ്പോയി. അവൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു. അടുത്ത ആൾ വന്നിട്ട് കുറച്ച് എക്സ്പ്രഷൻ